പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചോര് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവ് ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നടത്തിയ കർത്താവേ, നിൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു.
രോഗികൾ, പീഡിതര്, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ പുറത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കളെ, പല മക്കളുടെ ചില ഫോൺ വിളികൾക്ക് ശേഷം, ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവർ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ തിരുമുറുപാടുന്ന വലത് കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ കരുണ അവിടെ സാധിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിന്നെ ആശീർവദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ചെയ്ത പരിശുദ്ധ മരിയൻ ഉടമ്പടി, അതിൻ്റെ നിർവഹണ പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമീപനം എന്താണെന്നുള്ളത് വളരെ ശ്രദ്ധാർഹമായ ഒരു വിഷയമാണ്. സമീപനം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഹെഡ് ടു ടെയിൽ എന്നും പറഞ്ഞ് ഒരു സമീപനം എടുക്കാം. അതായത് തലത്തൊട്ട് വാല് വരെ, ഹെഡ് ടു ടെയിൽ. രണ്ടാമത്തത് ടെയിൽ ടു ഹെഡ് എന്ന് പറഞ്ഞ് വേറൊരു സമീപനം എടുക്കാം. വാല് തൊട്ട് അല്ലെങ്കിൽ വയറ് തൊട്ട് തല വരെ. അപ്പോൾ അത് ശരിക്കും ഉടമ്പടി വരുമ്പോൾ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ റിജക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും. ഈ ബെല്ലി ടു ഹെഡിലേക്ക് വന്നാൽ റിജക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും. അതിനകത്ത് നമ്മൾ ഹെഡ് ടു ടെയിൽ എന്ന് പറയുമ്പോൾ വാ തൊട്ട് വാല് വരെ വരുമ്പോൾ അത് നമുക്കറിയാം ഭക്ഷണം സഞ്ചരിക്കണ വഴിയാണ്. ഭക്ഷണം സഞ്ചരിക്കണത്, നമ്മൾ കഴിക്കണത്, ആഹാരം കഴിക്കണത് ബോഡി അക്സെപ്റ്റ് ചെയ്യലേ വരണേ. അത് തലേന്ന് താഴേക്കാണ് പോരണത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി റിജക്റ്റ് ചെയ്യണത് എന്താണ്? വയറിൽ നിന്ന് വായിലോട്ട് വരും, ഛർദിലേ ഒക്കെ റിജക്ഷനാണ്. ആഹാരം റിജക്റ്റ് ചെയ്യണത് വായിലൂടെയും വയറിൽ നിന്ന് വായിലൂടെയും, ആഹാരം കഴിക്കുന്നത് വായിൽ നിന്ന് വയറിലേക്കുമാണ്. ഇത് തന്നെയാണ് അപ്രോച്ചിൻ്റെ ഒരു പ്രശ്നമുണ്ട്. റിജക്ഷൻ, ഛർദി എന്ന് പറഞ്ഞാൽ റിജക്ഷൻ അല്ല, ആഹാരം റിജക്റ്റ് ചെയ്യല്ലേ. ഇതുപോലെയാണ് നമ്മുടെ ഉടമ്പടിയിലും ഒരു സമീപനം വെച്ചാൽ, ദൈവത്തിന് തല എന്ന് പറഞ്ഞാൽ ദൈവം. അപ്പോൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ ഉടമ്പടി. കാര്യം ഉടമ്പടിയിലുള്ള എന്താണ്? അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്നല്ലേ. അപ്പം ചെയ്തു കൊള്ളാമെന്നുള്ളത് ചെയ്യണത് ആരാണ്? നമ്മളാണ്. പക്ഷെ ആദ്യം പറയുന്നത് എന്താണ്? അവനാണ് ആദ്യം. അപ്പം പ്രയോറിറ്റി ദൈവത്തിനാണ്. അവൻ പറയുന്ന പോലെ ചെയ്തു കൊള്ളാം. അപ്പം ചെയ്യണം നമ്മൾ, പ്രയോറിറ്റി ദൈവത്തിനാണ്. അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആദ്യം നിങ്ങൾ, മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം, അതാണ് ഹെഡ്, അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യണം. ഇനി ഇത് റിജക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആൾക്കാരെ അടയാളങ്ങൾ അന്വേഷിക്കും. അപ്പം റിജക്ഷൻ വരും. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളെ അടയാളങ്ങൾ കണ്ടത് കൊണ്ടാണ് എനിക്ക് മറ്റു സ്ഥലങ്ങളിലെയും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെക്ക് എന്ന് അപ്പം വർദ്ധിപ്പിച്ച ദിവസം രാത്രി പകല് ആൾക്കാർ വന്നപ്പോൾ ആൾക്കാരെ റിജക്റ്റ് ചെയ്യണില്ലേ?
യോഹന്നാൻ 6:26. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് പറയും. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു ചെറിയൊരു സംഭവം കാണാം. അതായത് കർത്താവിൻ്റെ അടയാളങ്ങൾ ലഭിച്ച ആൾക്കാരുണ്ട്. രോഗം സുഖപ്പെടുത്തിയവർ, അപസ്മാര രോഗം സുഖപ്പെടുത്തിയവർ, പിശാച് ബാധിച്ച് മാറ്റിയവർ, ഇങ്ങനെ കുറേ അനുഗ്രഹാനുകൂല്യം ലഭിച്ച ആൾക്കാരെ വീണ്ടും കർത്താവ് തിരക്കി വരും. അപ്പോൾ കർത്താവ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് മർക്കോസിന്റെ 1:32, 33, 34 വായിക്കണം. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നവര് അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അവിടെയും അതാണ് റിജക്റ്റ് ചെയ്യണ്ട. ഇപ്പം തലേ ദിവസം രാത്രി സംഭവിച്ച രോഗസൗഖ്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ വീണ്ടും പിന്നെയും രോഗസൗഖ്യത്തിനാണ് വരുന്നത് കർത്താവിൻ്റെ അടുത്ത്. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഹെഡ് ടു ടെയിൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൽ നിന്ന് വിഷയങ്ങളിലേക്ക് വരാം നമുക്ക്. പക്ഷേ വിഷയങ്ങളും ദൈവത്തിലേക്ക് പോകാൻ പാടായിരിക്കും. ആൾക്കാർക്ക് ചിലപ്പോൾ വിഷയങ്ങളൊക്കെ ദൈവത്തിൽ പോകത്തില്ല. ആൾക്കാർ രോഗശാന്തി കഴിഞ്ഞ രാത്രി രോഗശാന്തി കിട്ടിയ ആൾക്കാർക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങുകയും വാണ്ട് ഗോഡ്, ദൈവത്തിന് അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അവർ റിജക്റ്റ് ചെയ്യണത്. ദൈവത്തിന് ആവശ്യമില്ലാതെ അനുഗ്രഹങ്ങൾ മാത്രം ആവശ്യപ്പെട്ട റിജക്ഷൻ്റെ സാധ്യതയുണ്ട്. അതാണ് ഈശോ പറയണത്. അതാ 1:38 വായിച്ചേ, മർക്കോസ് 1:38 വായിച്ചേ. അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അതായത് ഇവരെ വിട്ടു, വഴിയിൽ വിട്ടു. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈശോയ്ക്ക് ഇതിനെക്കുറിച്ച് വ്യക്തതയുണ്ട്. അത് നമുക്കും വ്യക്തത ഉണ്ടാകണം, സഭയ്ക്കും വ്യക്തത ഉണ്ടാകണം. ഈശോ എന്തിനാണ് വന്നതെന്ന് രക്ഷയുടെ സുവിശേഷമാണ് വന്നത്. ഈശോ എന്തിനാണ് വന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. സഭയും മറന്നു പോകുന്ന സമയത്ത് എന്തിനാണ് വന്നത്, അതിന് പകരം പിന്നെ നമ്മൾ വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കും. ഈശോ അതിനാണ് ഈശോയ്ക്ക് കോൺഷ്യസ് ഉണ്ട്, അതിനാണ് ഞാൻ വന്നിരിക്കണതെന്ന്. രക്ഷയുടെ സുവിശേഷം കൈമാറാൻ, ആത്മരക്ഷയുടെ സുവിശേഷം. അപ്പോൾ അതിനാണ് ഞാൻ വന്നിരിക്കണമെന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ് ഹെഡ് ടു ടെയിലായിരിക്കും. അതാണ് സുവിശേഷ പ്രവർത്തകരുടെ വിജയം എന്ന് പറയുന്നത്. അവരെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്തിട്ടാണ് വിഷയങ്ങൾക്കെല്ലാം 2ാം സ്ഥാനം കൊടുക്കുന്നത്. ഉടമ്പടി ഒരു ഹെഡ് ടു ടെയിൽ മൂവ്മെൻ്റ് ആണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്. കടികാരവുമേറി ഈ പരിശുദ്ധവും പരിപാവനമായ ഈ പുണ്യ അൾത്താരയിൽ ജീവനോട് പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായ നന്ദിയും അമ്മയോടുള്ള തിരുക്കുമാരനോട് കടപ്പാടും രേഖപ്പെടുത്തുവാൻ എന്നെ ഈ പരിശുദ്ധമായ ഈ വേദിയിൽ എന്നെ സാക്ഷിയാക്കിയതിന് നന്ദി പറയാനുമുള്ള ഒരവസരമായി ഞാനിതിൽ കരുതുകയാണ്. എൻ്റെ പേര് ബിജു LT. ഞാൻ കുണ്ട്ര കുമ്പളം സെൻറ്റ് മൈക്കൽ ഇടവക ദേവാലയത്തിൽ നിന്ന് വരുന്നു. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഉടനടി പരിഹാരം നൽകുന്ന ഉടമ്പടി എന്നൊരു സമ്പ്രദായം നടക്കുന്ന കൃപാസനം എന്നൊരു സ്ഥലം. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. ഞാൻ 15/10/2022 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ
ഈ ഉടമ്പടിയെ കുറിച്ചിട്ട് ഒരു കവനൻ്റ് എന്താണെന്ന്, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റും കവനൻ്റ് തമ്മിലുള്ള വ്യത്യാസം എന്തുവാണെന്നൊന്നും ഞാൻ കൃത്യമായിട്ടൊന്നും പഠിച്ചിട്ടല്ല ഇവിടെ വന്നത്. ഞാൻ വന്ന് ഒരു ഉടമ്പടി എടുത്തു, ഉടനടി പരിഹാരം കിട്ടുമെങ്കിൽ കിട്ടട്ടെ, നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിൽ ഞാൻ വളരെ ഉളപ്പി ഞാൻ പോയി. കൃത്യമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പോലും ഞാൻ ചെല്ലാതിരുന്നു. കാരണം ഞാൻ അന്ന് എനിക്ക് പ്രത്യേകിച്ച് നിയോഗങ്ങളായിട്ടൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ ഒന്ന് വന്നു പോയി. പക്ഷേ അമ്മ എൻ്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെന്ന് ഞാൻ പിന്നീടത് മനസ്സിലാക്കി. ഞാൻ ഉടമ്പടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴുമൊക്കെ ഞാൻ ജോലി ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ 1-2 ഇൻസിഡൻറ്റ് എൻ്റെ അമ്മയിലേക്ക് വളരെയധികം അടുപ്പിച്ചു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയ ഞാൻ തിരിച്ച് അമ്മയുടെ മുമ്പിൽ വരുന്നത് എനിക്ക് ഒരു സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഞങ്ങളുടെ ക്യാമ്പ് ഷെഡ് ഉൾക്കാടുകളിലാണ്. അവിടെ ഷെഡിൽ ഇൻസ്പെക്ഷന് വേണ്ടി പോയ സമയത്ത് അവിടെ ആനകൾ കയറാതിരിക്കാൻ വേണ്ടി ആനത്താരകൾ അഥവാ എലഫൻറ്റ് ട്രഞ്ചുകൾ നിർമ്മിച്ചിരിക്കും. നമുക്ക് ക്വാർട്ടേഴ്സിൽ കിടക്കുമ്പോൾ ആനകൾ വന്ന് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി എലഫൻറ്റ് ട്രഞ്ച് തയ്യാറാക്കിയിരിക്കും. ആ എലഫൻറ്റ് ട്രഞ്ചിലൂടെ നമുക്ക് കടന്നു പോകാൻ വേണ്ടി പാഴ്ത്തടികളിട്ടാണ് നമ്മൾ ക്രോസ് ഇട്ടിരുന്നത്. ആനകൾ കയറിയ വലിയ ബലമുള്ള തടികളിട്ടാൽ ആനകൾ കയറും. അതുകൊണ്ട് പാഴ്ത്തടികളിട്ടാണ് നമ്മൾ ക്രോസിന് ഇട്ടിരിക്കുന്നത്. ആ തടിയിൽ ചവിട്ടി ഞാൻ എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ വേണ്ടി, ക്യാമ്പ് ഷെഡിലേക്ക് പോകാൻ വേണ്ടി ചെന്നപ്പോൾ ആ തടി നടുക്ക് വെച്ച് ഒടിഞ്ഞ് ഞാൻ ആനത്താരയിൽ ആ കല്ലും പുറത്ത് 10 അടി താഴ്ചയിൽ എൻ്റെ ചെവി ഇടിച്ച് മറിഞ്ഞു വീണു. ചെവിയുടെ ഇത്രയും ഭാഗം എനിക്ക് ഊതി അടച്ചതുപോലെ തോന്നി. എന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളെല്ലാം കൂടി എന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഞാൻ അന്ന് വർക്ക് ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ തമിഴ്നാടിൻ്റെ ബോർഡറിലുള്ള ഭാഗമായ അച്ചൻകോവിൽ ഡിവിഷനിലായിരുന്നു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇയർ ഡ്രം പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ENT കാണിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഡോക്ടർ റെഫർ ചെയ്തു. ഞാൻ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, എൻ്റെ ദേഹം മൊത്തം വേദനയായിരുന്നു, ചെവിക്കുമെല്ലാം വേദനയുണ്ട്. അങ്ങനെ എൻ്റെ ഓഫീസർ എൻ്റെ ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിട്ടു. അദ്ദേഹം വന്ന് എന്നെ വണ്ടിയിൽ കൊണ്ടുപോയി. ഞാൻ ENT പോയി കണ്ടു. ENT പറഞ്ഞു, സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചെവിക്ക് ഒരു 0.2 ഡെസിബിൾ കേൾവി ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും സുഖമാകണമെങ്കിൽ 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. എന്നാൽ ഈ ചെവിക്ക് പൊടിയോ വെള്ളമോ വല്ലതും തട്ടിയാൽ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ഒരുപക്ഷെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഈ ഓപ്പറേഷൻ ചെയ്താലും നിങ്ങളുടെ കേൾവി ശക്തി പഴയ അവസ്ഥയിലേക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് അമ്മ എന്നെ പിന്തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്മയുടെ ഈ സന്നിധിയിലേക്ക് അമ്മ എന്നെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ആ ഇൻസിഡൻ്റ് ഉണ്ടായതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ ഡോക്ടർ പൂർവ്വസ്ഥിതിയിലേക്ക് നിങ്ങളുടെ അസുഖം എത്തത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ നടന്നാൽ പോലും പഴയ അവസ്ഥയിലേക്ക് നിങ്ങളുടെ കേൾവി ശക്തി തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ആലപ്പുഴ വേറൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറുടെ അടുത്ത് ഞാൻ പൊക്കോളാം. അവിടെ ഓപ്പറേഷൻ കൂടാതെ ഇത് സുഖമാക്കുന്ന ഒരു ഡോക്ടറിനെ എനിക്കറിയാം. എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞതാണ്. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ പറഞ്ഞ് യാത്രയൊന്നും ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ ചെവിയിൽ ഒരു ഇയർ ക്യാപ്പ് വാങ്ങിച്ച് വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ കൃപാസനത്തിലെത്തി. ഞാൻ മാതാവിൻ്റെ നടയിൽ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, മാതാവേ, പണി തന്നതാണല്ലേ, അമ്മയ്ക്ക് എന്നെ കാണാൻ വേണ്ടി തന്നെ അല്ല, ഞാൻ എന്നെ വരുത്താൻ വേണ്ടി പണി തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് ഒരു പരിഭവം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അകത്ത് കയറി വന്നു. ഞാൻ അമ്മയുടെ അടുത്ത് ഇവിടെ ഇരുന്ന് കുറേ നേരം അമ്മയെ നോക്കിയിരുന്നു. പിന്നീട് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിക്ക് ശേഷം ഈ 3 മാസം എനിക്ക് പൂർണ്ണമായ വിശ്രമം കിട്ടി. എൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. എങ്കിലും എൻ്റെ അടുത്ത് പരിപൂർണമായിട്ട് സുഖമായിട്ട് വന്നാൽ മതി നമ്മുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ അവസാനം 3 മാസത്തെ റെസ്റ്റിന് ശേഷം ഞാൻ ഇവിടുത്തെ തൈലങ്ങളും മറ്റും ഉപയോഗിച്ച് എൻ്റെ ചെവികളിൽ തൊടുകയും അതിടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് വിശ്വാസത്തോடு തന്നെയാണ് പിന്നീട് ചെയ്തത്. ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഞാൻ 2ാമത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മ മാതാവിനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അതിനുശേഷം വീണ്ടും സ്കാൻ ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ചെവിക്ക് അതേ പഴയ അവസ്ഥയിലേക്ക് എൻ്റെ കേൾവി ശക്തി തിരിച്ചു കിട്ടിയായി ഡോക്ടർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി
രണ്ടാമത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഈ അച്ചൻകോവിൽ ഡിവിഷനിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സതേൺ സർക്കിളിൽ അതുകൂടാതെ തന്നെ നമ്മുടെ സതേൺ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു ഇക്കോ ടൂറിസത്തിൽ അസിസ്റ്റൻറ്റ് ഇക്കോ ടൂറിസം ഓഫീസറായിട്ട് ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അത് കുംഭാവരട്ടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മലയാളികൾക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. അവിടെ കൂടുതൽ വരുന്ന ടൂറിസ്റ്റുകൾ തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാടിൻ്റെ ബോർഡറാണ്. കോട്ടവാസൽ എന്ന് പറയുന്ന തമിഴ്നാട് പോലീസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലമാണ്. മണലാർ കുംഭാവരട്ടി എന്ന് പറഞ്ഞത് നമ്മുടെ ഇക്കോ ടൂറിസം മാപ്പിലൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ അതിൻ്റെ സീസണിലൊക്കെ തന്നെ ഒരു ദിവസം 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഇക്കോ ടൂറിസം പോയിൻ്റാണ്. ഏകദേശം 5000-ഓളം ഒക്കെ ആൾക്കാർ സീസണിൽ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ജോലി ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ടൂറിസ്റ്റുകൾ വരുന്നതും പോകുന്നതും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളവരെ ചോദിക്കും, എങ്ങനെയുണ്ട്, ഹൗ ഈസ് ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ ரொம்ப നന്നായിരിക്കും സാർ, ரொம்ப നന്നായിരിക്കും, വി ആർ ഓൾ ഹാപ്പി എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഒരു ദിവസം ഞാൻ സ്റ്റേഷൻ ഡ്യൂട്ടിയിലിരിക്കെ വയർലെസ്സിൽ ഒരു മെസ്സേജ് വന്നു. കുംഭാവരട്ടി വെള്ളച്ചാട്ടത്തിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി, കുറേ പേരെ കാണുന്നില്ല, കുറേ പേര് മരിച്ചു, കുറേ പേര് ഒഴുക്കിക്കൊണ്ടുപോയി എന്നുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ, ഇങ്ങനെയുള്ളൊരു മെസ്സേജ് പെട്ടെന്ന് വയർലെസ്സിൽ വന്നു. ഞാൻ സ്റ്റേഷൻ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ പെട്ടെന്ന് ആ ഡ്യൂട്ടി എൻ്റെ വയർലെസ്സും എടുത്ത്, ഞാൻ യൂണിഫോമിലായിരുന്നു, ഞാൻ പെട്ടെന്ന് ഓടി ഈ ടൂറിസം പോയിൻറ്റിലേക്ക് പോകുവാണ്. കാരണം എനിക്ക് ചാർജുള്ള സ്ഥലമാണ്, എൻ്റെ സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലമാണ്. അവിടെ ഇക്കോ ടൂറിസം ഗൈഡുകൾ അവിടെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓടി അവിടെ ചെന്നപ്പോൾ വളരെ അത്രയും നാൾ കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അവിടെ സ്ത്രീജനങ്ങളും കുട്ടികളും എല്ലാം വാവിട്ട് കരയുന്നു. ഞാൻ ഓടി വരുന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സാർ കാപ്പാത്തുങ്കോ സാർ, പിള്ളയും അവർ കണവന്മാരും എല്ലാം വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിപ്പോയി സാർ, കാപ്പാത്തുങ്കോ സാർ, കാപ്പാത്തുങ്കോ സാർ എന്ന് പറഞ്ഞ് അവർ അലമുറയിട്ട് കരയുന്ന ഒരു അനുഭവം. ഞാനെൻ്റെ വേറൊന്നും ആലോചിച്ചിട്ടില്ല. എനിക്ക് ആകെയുള്ള എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ പ്രതീക്ഷയും എന്ന് പറയുന്നത്, ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ഒരാളാണ് എന്നുള്ളത് മാത്രമാണ്. പിന്നെ അതിലുപരി എനിക്ക് വേറെ ഒന്നും ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നത്, എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയാൻ എനിക്ക് നീന്തലറിയാം. ആ ഒരു കോൺഫിഡൻസും കൂടെ വെച്ച് ഞാൻ ഈ യൂണിഫോം ഇട്ട്, ഞാൻ എൻ്റെ വയർലെസ് ഒരു കൂടുതൽ സ്റ്റാഫിനെ കൊടുത്തു. ഞാൻ ഷൂ ഊരിയിട്ടിട്ട് ഞാൻ യൂണിഫോമിൽ ഇക്കോ ടൂറിസത്തിലേക്ക് ഇറങ്ങുവാണ്. അവിടെ ടൂറിസം അവിടെ കാണാൻ പറ്റത്തില്ല, ശക്തമായ വെള്ളം വന്ന് വീഴുവാണ്. മലയിൽ നിന്ന് വെള്ളവും മണലും ഇതെല്ലാം വീഴുന്ന സ്ഥലമാണ്. എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് എനിക്ക് സ്വയം അറിയാമെങ്കിൽ പോലും, എനിക്ക് ചാർജുള്ളൊരു സ്ഥലമായതുകൊണ്ടും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എൻ്റെ കടപ്പാട് കൊണ്ടും ഞാൻ വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒത്തിരി പേര് വന്ന് തടഞ്ഞു. കൂടുതലുള്ള സ്റ്റാഫുകളും മറ്റെൻ്റെ അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു, സാർ ഇറങ്ങല്, അപകടമാണ് സാർ, മരണം വരെ സംഭവിക്കും സാർ, ഇറങ്ങരുത് എന്നിട്ട് പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഉൾപ്രേരണ ഉണ്ടായി, ഞാൻ ഇറങ്ങി. ഞാൻ യൂണിഫോം ഇട്ട് എൻ്റെ ഷർട്ട് ഇട്ടിട്ട് എനിക്ക് നീന്താൻ പറ്റാൻ ഞാൻ ഷർട്ട് ഊരി മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും ഈ അകത്തേക്ക് പോകുമ്പോൾ ഒരു 30 മീറ്റർ വ്യത്യാസത്തിലാണെങ്കിൽ പോലും അവിടെയുള്ള ആൾക്കാരെ കാണാൻ പറ്റത്തില്ല. 16ഓളം പേര് അകത്ത് തന്നെ കുടുങ്ങി കിടക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം കുറേ പേര് രക്ഷപ്പെടുത്തി കഴിഞ്ഞു. അവിടുത്തെ ഇക്കോ ടൂറിസം ഗൈഡുമാരെല്ലാം കൂടെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. അപ്പം 10-16ഓളം പേരെല്ലാം നിരന്ന് ഇങ്ങനെയൊക്കെയാണ്. അത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുണ്ട്, ഒരു കുഞ്ഞുൾപ്പെടെയുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഭീകരമായ വെള്ളം എന്ന് വെച്ചാൽ കാണാൻ പറ്റത്തില്ല, കണ്ടു കഴിഞ്ഞാൽ പേടി വരും. അപ്പോൾ ഞാൻ അവരെ മാറാപ്പിൽ കെട്ടി, അദ്ദേഹത്തിൻ്റെ ഫാദർ ഉണ്ടായിരുന്ന അയാളുടെ മുണ്ടിനകത്തിൽ മാറാപ്പിൽ കുഞ്ഞിനെ കെട്ടി ഇപ്പുറത്ത് കൊണ്ടെത്തിച്ചു. അയാൾ ഒരു വടത്തിൽ പിടിച്ച്, അദ്ദേഹത്തിന് നീന്തറിയത്തില്ല, ഞാനൊരു കുഞ്ഞിനെ ഇദ്ദേഹത്തിനും കൂടെ പിടിച്ച് വടത്തിൽ കൊണ്ടെത്തിച്ചു. അത് ആരോ യൂട്യൂബിലെടുത്തിട്ടു. യൂട്യൂബിൽ ഒരു വീഡിയോ മീഡിയക്കാർക്ക് കിട്ടി. മീഡിയയിൽ അന്നത്തെ ദിവസത്തെ വാർത്ത ഇത് മൊത്തം വന്നിരുന്നു. കുംഭാവരട്ടി മണൽ വെള്ളച്ചാട്ടത്തിൽ മലവെള്ളപ്പാച്ചിൽ ഒത്തിരി പേർ കുടുങ്ങിപ്പോയി, ഒരാൾ മരിച്ചു, 2 പേര് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്, കുറേ പേരെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയാണ്. അവിടെ മൊബൈൽസ് ഒന്നും കിട്ടാത്തൊരു സ്ഥലം കൂടിയായിരുന്നു. അപ്പോൾ ഈ വാർത്ത പത്രത്തിലും മീഡിയകളിലൊക്കെ വളരെ വൈറലായിട്ട് വന്നു. എല്ലാ മീഡിയയിലും എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ ഈ വാർത്ത വന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം എനിക്ക് വെള്ളത്തിൻ്റെ പായ്ച്ചിൽ വീണ്ടും കൂടിക്കൂടി വരികയാണ്. ഞാൻ അവസാനമായിട്ട് അവരടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങളിൽ അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ പറഞ്ഞു. പ്രിയമുള്ളവരെ, അവസാനത്തെ ആളെ രക്ഷപ്പെടുത്തുന്നിടം വരെയും ഒരു 2.5 മണിക്കൂറോളം ഈ വെള്ളത്തിൽ ഞാൻ അവസാനത്തെ ആളെ രക്ഷപ്പെടുത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷേ തിരിച്ചിറങ്ങി വന്നപ്പോൾ എൻ്റെ അടുത്ത് ഈ ജനങ്ങൾ പോയവർ അവരെ കുട്ടികളെയും അവരെ ഭർത്താക്കന്മാരെ തിരിച്ചു കിട്ടിയപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നീ താൻ കടവുൾ സാർ, നീ താൻ കടവുൾ. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. അതിനുശേഷം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സംഭവങ്ങൾ വിലയിരുത്തിയിട്ട് എനിക്ക് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിന് വേണ്ടി ഉള്ള നോമിനേഷന് എൻ്റെ പേപ്പർ അയച്ചു. അവിടെയും അന്നേരം ആ സമയങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു.
അപ്പോൾ 2022 ഈ സംഭവം ഉണ്ടാകുന്നു. 2023 എൻ്റെ പേപ്പർ കൊടുക്കുന്നു. അപ്പോൾ 2023 പേപ്പർ കൊടുത്തപ്പോൾ അതിൻ്റെ ടൈമിൽ കൃത്യമായ സമയത്ത് എത്താത്തതുകൊണ്ട് അവിടുന്ന് ആ വർഷം നടന്നില്ല. അടുത്ത വർഷമായപ്പോൾ നമ്മുടെ ഓഫീസർമാർ പറഞ്ഞു, ബിജുവിന് അർഹതയുള്ളതാണെങ്കിൽ അത് ബിജുവിനെ തേടി വരും, അതുകൊണ്ട് ഈ വർഷം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കൊടുത്തു. അപ്പോൾ എനിക്കെതിരെ കുറച്ച് പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ, വ്യാജ പരാതികൾ, പേരില്ലാത്ത പരാതികളും മറ്റുമൊക്കെ കൊടുത്തു. അതിന് അന്വേഷണം വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അവസാന തീരുമാനം എടുക്കുന്ന ദിവസം വലിയ ഓഫീസേഴ്സ്, ഹയർ ഓഫീസേഴ്സ്, IFS ഓഫീസേഴ്സിൻ്റെ തിരുവനന്തപുരത്ത് മീറ്റിങ്ങിൽ ഫൈനൽ തീരുമാനം എടുക്കുന്ന ദിവസം അന്ന് ഞാൻ ലീവിനുണ്ടായിരുന്നു. ഞാൻ അന്നേരം കൃപാസന മാതാവിൻ്റെ അടുത്ത് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഈ ഇവിടെ ഒരു കസേരയിലിരുന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു. മാതാവേ, ഇഫ് ഐ ഡിസേർവ് ഇറ്റ് യു ഷുഡ് ഗീവ് മീ, ഇഫ് നോട്ട് ലീവ് ഇറ്റ്, ഐ വിൽ നെവർ കം ടു ആസ്ക് യു. ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. ഞാനന്ന് ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചൻ എന്നെ ബ്ലെസ് ചെയ്തു. ഞാൻ വെളിയിലിറങ്ങി ഉടമ്പടിയെല്ലാം ഇത് പുതുക്കി, ഇതെല്ലാം ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങി ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തൊരു ചായക്കടയിൽ ഒരു ചായ കുടിക്കാനായിട്ട് നിൽക്കുമായിരുന്നു, വീട്ടിലേക്ക് തിരിച്ച് മടങ്ങിപ്പോകാനായിട്ട്. അപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്നൊരു കോൾ വന്നു. എൻ്റെ പേര് ഏറ്റവും മുമ്പിൽ സെലക്ഷൻ ആയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യൂണിഫോം ഇട്ട ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ വെച്ച് ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് പറഞ്ഞത് ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല. അതിനു മുമ്പിൽ അമ്മ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഞാൻ ഈ 2025 4/1/2025 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരളത്തിലുള്ള 51 പേർക്ക് 2 വർഷത്തെ 23-24 വർഷത്തെ സേവനത്തിന് കൊടുത്ത 51 പേരുടെ വിശിഷ്ട സേവനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടുവാൻ അമ്മ എന്നെ സഹായിച്ചു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പോലും എനിക്കുണ്ടായ ഒരു അനുഭവം, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് അമ്മ എന്നെ അപ്രാപ്യമായ പാറയിലേക്ക്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടാവുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അവാർഡാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിലുള്ള അവാർഡ്. അതുവരെ അമ്മ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ നേടിത്തന്നു എന്നുള്ളൊരു സാക്ഷ്യം ഇവിടെ നിങ്ങളോട് പ്രത്യേകമായിട്ട് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നടന്ന ഈ 2 സംഭവങ്ങളും. കൂടാതെ ഞാൻ എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ 10-20 വർഷമായിട്ട് നമ്മൾ കമ്പനിയിലൊക്കെ കൂടുമ്പോൾ ഇടയ്ക്ക് മദ്യമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എനിക്ക് മാതാവിലേക്ക് അമിത വിശ്വാസമായപ്പോൾ ഞാൻ ആ കാര്യങ്ങളെല്ലാം പാടെ ഉപേക്ഷിച്ചു. അതിനും മാതാവ് എനിക്ക് ശക്തി. ഞാനിപ്പോൾ 4 വർഷമായി മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടാതെ എൻ്റെ മകൾക്ക് +1 എൻ്റെ മകൾക്ക് SSLCക്ക് സമയമായപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു. മകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നല്ല മാർക്കോടുകൂടി നല്ല റിസൾട്ട് തരണമേ നമ്മെടുത്ത് പ്രാർത്ഥിച്ചു. അതിന് മകൾക്ക് SSLCക്ക് ഫുൾ A+ മാർക്ക് കിട്ടി. ഇന്ന് മകളിൽ നിന്ന് കൂടെ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിനും എനിക്കിനി മാതാവ് നേരിട്ടും അല്ലാതെയും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിന് അടുത്ത ഒരു സാക്ഷ്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് വീണ്ടും ബാക്കി പറയാം. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിലേക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് വന്നെത്തിച്ചേരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഞാൻ എൻ്റെ പേര് വെളിപ്പെടുത്താത്ത രീതിയിൽ ഞാൻ ഈ വണ്ടിയിൽ അവർ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ അവർക്ക് പൈസ കൊടുത്തിടും. ഒരാൾക്ക് 700 രൂപ വെച്ചിട്ടാണ് ഉള്ള ഫുൾ ചിലവ്. അപ്പോൾ വണ്ടിക്കൂലിയും ഇവിടെ വരുന്ന ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാത്തിനും കൂടെ ഞാൻ പൈസ കൊടുത്തു വിടും. പിന്നെ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൃപാസനത്തിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ അച്ഛൻ നേരത്തെ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ പൊതുവേദികളിൽ 10 പേര് കൂടുന്നിടത്താണ് ഈ പത്രം കൊടുക്കേണ്ട. അല്ല ദൈവത്തിന് പ്രകീർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ 10 പേരല്ല, 100 അല്ല, 1000 പേര് നിൽക്കുന്ന വേദികളിൽ പോലും ഞാൻ കൊണ്ട് കൊടുക്കും. എനിക്ക് പേടിയൊന്നുമില്ല. കാരണം നമ്മൾ ദൈവത്തെ എത്രത്തോളം അറിയുന്നു, എത്രത്തോളം സ്നേഹിക്കുന്നു, അത്രയും നമുക്ക് ദൈവത്തെ ഉയർത്താൻ നമ്മൾ കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ പ്രത്യേക സ്പർശനവും സ്നേഹവും ദൈവത്തിൻ്റെ സാമീപ്യവും അമ്മയുടെ സാമീപ്യവും എല്ലാം അനുഭവിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവിടെ ഒരു അഗതി മന്ദിരമുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോയി അവരുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അവർക്കും ഞാൻ എന്നെകളൊക്കെ ഒന്ന് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോകാൻ പറ്റത്തുള്ളൂ. ഡെയിലി ഞാൻ നിൽക്കുന്ന ജോലി സ്ഥലത്ത് അടുത്ത് പള്ളിയൊന്നുമില്ല. അപ്പോൾ ഞായറാഴ്ചകളിൽ ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോകും. അതുപോലെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ജപമാലകൾ ചൊല്ലും. അത് ഒരു ജപമാലയോ 2, 3 എനിക്കൊക്കുന്നത്രയും രീതി ചെല്ലും. അതുപോലെ ബൈബിൾ വായന, എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കും. എൻ്റെ ഡ്യൂട്ടി സമയത്തിൻ്റെ ഫ്രീ ഉള്ള സമയങ്ങളിലൊക്കെ വായിക്കും. അതുപോലെ എൻ്റെ കൂട്ടുകാർക്കും
അങ്ങനെയുള്ളവർക്കും ഈ ആത്മീയമായ കാര്യങ്ങൾ, ഇവിടുത്തെ നമ്മുടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് മാതാവ് എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും. ഒരിക്കൽ കൂടി അമ്മയ്ക്കും മാതാവിനും ഈ പരിശുദ്ധവും പരിപാവനമായ വേദിയിൽ എന്നെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ സാക്ഷ്യമാക്കുവാൻ അമ്മ തിരഞ്ഞെടുത്തതിന് പുറത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തും. നമ്മുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ദൈവകൃപയിൽ മറഞ്ഞു പോകുന്നില്ല എന്നാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. നമ്മൾ വിലപ്പെട്ടവരാണ്. നമ്മുടെ വില നമ്മുടെ വിജയത്തിലും പരാജയത്തിലുമല്ല, മറിച്ച് ദൈവസ്നേഹത്തിലാണ്. പരിശുദ്ധ അമ്മയും അതുതന്നെയാണ് നമ്മളോട് പഠിപ്പിക്കുന്നതും പറയുന്നതും. ഒരു അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ഓരോ വേദനയും അറിയുന്നത് പോലെ പരിശുദ്ധ അമ്മ തൻ്റെ മക്കളുടെ കണ്ണീരും ഭയവും അറിയുന്ന അമ്മയാണ്, നമ്മുടെ കൂടെ നിൽക്കുന്ന അമ്മയാണ്. അമ്മ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, ദൈവം നിന്നെ മറക്കില്ല, മറന്നിട്ടില്ല, മറക്കില്ല ഒരിക്കലും. ഈ ആലയത്തിൽ വരുന്ന ഓരോരുത്തർക്കും ഇതാണ് അവരുടെ അനുഭവം, ഒരു മറക്കാത്ത ദൈവത്തിൻ്റെ അനുഭവം, ഒരു സംരക്ഷിക്കുന്ന അമ്മയുടെ അനുഭവം. അതുതന്നെയാണ് സർ ബിജു ആൻറ്റി നമ്മളോട് ഷെയർ ചെയ്തത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ ഈ മകൻ, ഈ സഹോദരൻ ഡ്യൂട്ടിക്കിടയിലുണ്ടായിരുന്ന ഒരു വലിയൊരു ഒരു സാഹചര്യമാണ് നമ്മളോട് ഷെയർ ചെയ്തത്. എലഫൻ്റ് ട്രെഞ്ചിൽ നിന്ന് മറിഞ്ഞു വീണപ്പോൾ ഈ എട്രം പൊട്ടി. പിന്നീടുണ്ടായിരുന്ന ഡീറ്റെയിൽസ് എല്ലാം സഹോദരൻ നമ്മളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെങ്കിൽ ഈ മകൻ ആദ്യമേ പറഞ്ഞത് ഉടമ്പടി ഒരു പരിഹാരം, ഉടനടി നൽകുന്ന ഒരു പരിഹാരമാണ്. അതറിയാനായിട്ടായിരുന്നു ആദ്യമായി ഈ ആലയത്തിലെത്തിയത്. പിന്നീട് ഒരു സാഹചര്യം സ്വന്തം ജീവിതത്തിൽ വന്നപ്പോൾ ഈ മകന് വീണ്ടും അമ്മയുടെ അരികിലേക്ക് വരാനായിട്ടും ഇവിടെ വന്ന് അമ്മയുടെ സന്നിധിയിൽ നിന്ന് അമ്മയെ ഒരു രീതിയിൽ തിരിച്ചു കൊണ്ടുവന്നാണെന്നാണ് ഈ സഹോദരൻ പറഞ്ഞത്. അമ്മയുടെ സന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ആ കേൾവിശക്തി പൂർണ്ണമായി ലഭിക്കില്ല എന്ന് ഡോക്ടേഴ്സ് എഴുതിയപ്പോഴും പിന്നീടാണ് ഈ മകൻ അത് വിശ്വസിച്ചത്. ആലപ്പുഴയിൽ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടർ എന്നെ സുഖപ്പെടുത്തുമെന്ന്. അങ്ങനെയാണ് ഡോക്ടർ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ മകൻ പറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. പിന്നീടുള്ള ദിവസങ്ങളിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചു. പിന്നെ രണ്ടാമത് പുതുക്കിയപ്പോഴാണ് കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാൻ പറ്റിയത്. അമ്മയെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു എന്നാണ് ഈ സഹോദരൻ നമ്മളോട് ഷെയർ ചെയ്തത്. പിന്നീടുണ്ടായിരുന്ന തൻ്റെ ഡ്യൂട്ടിയുടെ സേവനത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരു നല്ല മെഡൽ ലഭിക്കുന്നതിനെ പറ്റിയാണ്. വിശിഷ്ട സേവനത്തിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള മെഡലായിരുന്നു. അതും കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ അത്ര ആത്മാർത്ഥതയോടെ ചെയ്ത ഒരു സേവനമായിരിക്കണം അത്. അതാണ് ആ മകൻ പറഞ്ഞത്, വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടാനുള്ള ശക്തി ലഭിക്കുന്നത് പരിശുദ്ധ അമ്മ ഈശോയും കൈപിടിച്ചുകൊണ്ട് മാത്രമാണ്. ചാടിപ്പോകുമ്പോൾ ഓരോ മകൻ്റെയും മകളുടെയും കണ്ണുനീര് കണ്ട് അത് കേട്ടുകൊണ്ട് നിൽക്കാനാകാതെ ആ മകൻ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടി ഓരോരുത്തരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അമ്മ കൂടെയുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ഈ മകനും അത് തന്നെ വിശ്വസിച്ചു, അമ്മയുണ്ടല്ലോ കൂടെ. അങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്തിയത്. പിന്നീട് വിശിഷ്ട സേവനത്തിലുള്ള അവാർഡ് മെഡൽ ലഭിക്കുകയും ചെയ്തത്. പക്ഷെങ്കിൽ അതിനും ഒരു തടസ്സമുണ്ടായിരുന്നു അവിടെ. ആ തടസ്സത്തിന് നേരിട്ടപ്പോഴാണ് വീണ്ടും ഈ മകൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഉടമ്പടി ഈ സന്നിധിയിലായിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഈ മകൻ വന്ന് പ്രാർത്ഥിച്ചത്, ഇഫ് ഐ ഡിസേർവ് യു ഗിവ് മീ, ഇഫ് നോട്ട് ലീവ് ഇറ്റ് എന്നാണ്. അതും ദൈവേഷ്ടമനുസരിച്ച് ചെയ്യുവാനായിട്ട് അമ്മയുടെ ഹിതം പോലെ നടക്കട്ടെ എന്നാണ് ഈ മകൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. മക്കൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഏത് സാഹചര്യമാണെങ്കിലും ശരി അതെല്ലാം സ്വീകരിക്കുവാനുള്ള ഒരു ഹൃദയം നമുക്ക് ദൈവം തരുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഈ മകൻ ഇവിടെ വന്ന് പറഞ്ഞത്, ഇഫ് യു ഡിസയർ യു ഗിവ് മീ, ഇഫ് നോട്ട് ലീവ് ഇറ്റ്. അത് ദൈവേഷ്ടമനുസരിച്ച് ചെയ്യുവാനുള്ള ഒരു മനസ്ഥിതി ഈശോയും അമ്മയും ഈ മകന് കൊടുത്തു. അങ്ങനെ പറഞ്ഞ് അങ്ങ് ഇറങ്ങിയപ്പോൾ തന്നെയാണ് മകന് കോൾ വരുന്നത്, ഇത് എല്ലാ തടസ്സങ്ങളും മാറി പിന്നീട് ആ സേവനത്തിലുള്ള മെഡൽ ലഭിക്കുന്നുവെന്ന്. പിന്നീടാണ് ഈ മകൻ പറയുന്നത്, ഒരു പൂർണ്ണ വിശ്വാസമായത് ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് അമ്മ ഈ മകൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നീടുണ്ടായിരുന്ന മകൻ്റെ ഓരോ കാര്യങ്ങളിലും ഉടമ്പടി ജീവിതത്തിൽ വന്നേ പിന്നെ ഒരാത്മീയമായിട്ട് ഒരു ഉണർവാണ് ഈ മകന് കിട്ടിയത്. പല ദുശീലങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ഈശോയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ മകൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു ഉണർവാണ് വന്നത്. ഒരു പുതിയ തീഷ്ണത, ഒരു പുതിയ ഉണർവ്. ഈശോയും അമ്മയും കൂടുതൽ സ്നേഹിക്കാനും അവരോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുവാനുമുള്ള ഒരു തീഷ്ണതയാണ് ഈശോയും അമ്മയും ഈ മകന് കൊടുത്തത്. പിന്നീട് മകളുടെ പരീക്ഷയ്ക്ക് നല്ല ഉന്നത വിജയം നൽകിയാണ് അമ്മ മാതാവും ഈശോയും ഇവരുടെ ജീവിതത്തിൽ സന്തോഷം പകർന്നു കൊടുത്തത്.
ഇതെല്ലാം സാധ്യമാകുന്നത് നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ ആദ്യമൊക്കെ നമ്മൾ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാം, എന്താ ഇത്, എങ്ങനെയാണ് ഇത്. പക്ഷെങ്കിൽ നമ്മൾ വന്ന് നമുക്കവിടെ ആഗ്രഹമുണ്ട്, നമുക്കറിയില്ല എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോഴാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കാര്യത്തിൽ ഇടപെട്ട്, പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മ തന്നെ, ഈശോയും അമ്മ തന്നെ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, നിൻ്റെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അനേകം കുരുവിളയേക്കാൾ വിലയുള്ളവനാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും അമ്മ അറിയുന്നുണ്ട്, അമ്മയെല്ലാം ഈശോയോട് പറയുന്നുണ്ട്. ആ അമ്മയുടെ അരികിലേക്കാണ് നമ്മൾ വരുന്നത്. പിന്നീട് ഈ മാം പറഞ്ഞ പ്രേക്ഷിത പ്രവർത്തനമാണ്. വരാൻ പറ്റാത്തവർക്ക്, ആരും അറിയാതെ അവരെ ഇവരെ ഇവിടെ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ ദൈവസ്നേഹം അടുത്തറിയാനായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ആവുകയാണ്. ദൈവത്തെ ഉയർത്താൻ കടപ്പെട്ടവരാണെന്നാണ് ഈ മാം പറയണത്. ദൈവത്തിൻ്റെ സാമീപ്യവും സ്നേഹവും അടുത്തറിഞ്ഞവർക്ക് നിശബ്ദമായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. അവർ മറ്റുള്ളവരോടൊക്കെ ഷെയർ ചെയ്ത് അവരെ കൂടുതലും അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ കൂടുതൽ ആഴപ്പെടുത്താനുമാണ് ഈ മാൻ ശ്രമിച്ചത്. ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ കാര്യവും നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് കൂടെയുള്ളത്. നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഈശോയും അമ്മയുടെയും കരം പിടിച്ച് മുന്നോട്ട് നീങ്ങാം. എൻ്റെ പേരാനിൽ, കോട്ടയം വാഴൂർ കാന എന്ന ദേശത്തു നിന്ന് വരുന്നു. ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എന്നെ ഇവിടെ നിർത്തുവാനായിട്ട് ഇടവരുത്തിയ എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. എനിക്കിപ്പം 54 വയസ്സോളമായി. ഞാൻ എപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഈ സാക്ഷ്യം കേൾക്കാൻ കാരണം എൻ്റെ ഈ സഹോദരിയാണ് ഈ നിൽക്കുന്നത്. എന്നെ ഇവിടെ കൊണ്ടുവരാൻ ഏറ്റവും മെയിനായിട്ട് ഉള്ള കാരണം അവളാണ്. എനിക്ക് മാർച്ച് മാസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ഹെവി ട്രെയിലർ ഡ്രൈവറാണ്. അപ്പോൾ എൻ്റെ കാലിലൊരു ജാക്കി വീണതിൻ്റെ ഫലമായിട്ട് അത് 1 മാസത്തോളം ഇരുന്നു. ഏപ്രിലിൽ പെസഹ വ്യാഴാഴ്ചയ്ക്ക് തൊട്ട് മുമ്പേ ദിവസം ഞാൻ വണ്ടി കോട്ടയത്ത് കൊണ്ടിട്ടിട്ട് വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു പെയിൻ അനുഭവപ്പെടുകയും, അപ്പോൾ എൻ്റെ സഹോദരി പറഞ്ഞല്ലോ, ഞാൻ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. അത് ഒരുപാട് മദ്യപാനവും കാര്യങ്ങളുമായിട്ട് എൻ്റെ ലൈഫ് തന്നെ എൻ്റെ കൺട്രോളിലല്ലാത്തൊരു സമയത്താണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ പെസഹയാഴ്ച വീട്ടിൽ വന്ന ശേഷം എൻ്റെ കാലിന് വേദന അനുഭവപ്പെടുകയും, ഇവരുമായിട്ടൊന്ന് ഞാൻ വർഷങ്ങളോളം ഒരു 4 സഹോദരിമാരാണ് എനിക്കുള്ളത്. ഇതെൻ്റെ നേരെ മൂത്തയാളാണ്. എൻ്റെ ഇളയ ഒരു സഹോദരിയുണ്ട്. ബാക്കി 3 പേരാണ്. 1 ഇവളും അവളുടെ മൂത്ത 2 പേരുണ്ട്. അങ്ങനെ 4 പെങ്ങന്മാരാണ് എനിക്കുള്ളത്. ഇവരുമായിട്ടൊന്നും ഞാൻ അങ്ങനെ ഒരു ഇടപെടിയിലെ കാര്യങ്ങളൊന്നുമില്ല. വർഷങ്ങളായിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു അങ്ങനെ പോവുകയാണ്. ഞാൻ വെളിയിലായിരുന്നു 18 വർഷം. കുവൈറ്റ്, ദുബായ് എല്ലാം കറങ്ങി. ഇവിടെ മാരാരിക്കുളത്ത് ഞാനൊരു റിസോർട്ടിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അത് 2020 കൊറോണയ്ക്ക് ശേഷമാണ്. പക്ഷേ ഞാനിവിടെ ഇതിലെ പല പ്രാവശ്യം കടന്നു പോകുന്ന സമയത്ത് 3-4 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അന്നേരം ഒന്നും ഞാൻ ഈ കൃപാസനം കാണുമ്പോൾ ഇവിടെ കയറണമെന്നോ വരണമെന്നോ ഒന്നും ഇല്ലായിരുന്നു. 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളൂ. അവിടെ വന്ന് താമസിക്കുന്ന ഗസ്റ്റുകൾ വരെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഇതെന്താണ് സംഭവം കാര്യങ്ങൾ. അവർ പറയും ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, ഇവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് കിട്ടും. പക്ഷേ അന്നേരം ഒന്നും നമ്മൾ ലൗകിക ജീവിതത്തിലാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ മാർച്ച് മാസത്തെ ഈ ആക്സിഡൻ്റ് ഏപ്രിലാണ് എനിക്ക് കാല് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഫുള്ളി ഇൻഫെക്റ്റഡായി. എനിക്ക് ക്രിയാറ്റിൻ കൂടി എൻ്റെ കിഡ്നിയെ ബാധിച്ചു. അതുപോലെ തന്നെ എനിക്കത് ഷുഗർ ഹൈ ആയി എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം കാല് ഇത് മുറിച്ച് മാറ്റേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തി. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനോട് പറഞ്ഞ് ഞാനല്ലേ ഇത് കട്ട് ചെയ്ത് കളയണം, അപ്പം നിങ്ങൾക്കിത് ഇൻഫെക്റ്റഡായി ഓൾറെഡി മുകളിലോട്ട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ അത് നമുക്കതൊന്ന് നോക്കാം, എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡോക്ടർ ചെയ്യാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ മാക്സിമം ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ 2.5 മണിക്കൂറോളം കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സർജറി ചെയ്തു. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ റെഫർ ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ കൂടെ. എൻ്റെ വൈഫ് 2010 പുള്ളിക്കാരി ഒരു ആക്സിഡൻറ്റ് മരണപ്പെട്ടു പോയതാണ്. എനിക്കൊരു മോളുണ്ട്, അവളിപ്പം +2 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നെ റെഫർ ചെയ്ത കൂട്ടത്തിൽ അമ്മയ്ക്ക് ഏകദേശം 86 വയസ്സോളം ഉണ്ട്. പുള്ളിക്കാരി ഏജ്ഡാണ്. ഞാൻ ഈ സഹോദരിമാരുമായിട്ടൊന്നും അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. ഞാൻ അവരുടെ മക്കളും അവരൊന്നും ആയിട്ട് ഒന്നാമതെ ഞാനൊരു ആൽക്കഹോളിക്കാണ്. ഞാൻ ആരെയും വകവെക്കത്തില്ല. എൻ്റെ പപ്പ ഒരു പോലീസ് ഓഫീസറായിരുന്നു. പക്ഷേ പുള്ളിയുടെ പേരിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം ഇവർക്കൊന്നും എല്ലാവർക്കും എന്നെ ഭയങ്കര ഒരു ഭയത്തോടു കൂടി അവർ നോക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ എല്ലാവരോടും എനിക്ക് പെട്ടെന്ന് ഓവർ ടെമ്പേർഡാണ്, എനിക്ക് BP ഹൈ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ജീവിതത്തിലാണ് അച്ഛൻ പറയുന്നത്. അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു 9 മാസം കൊണ്ടാണ് ഇതിലോട്ട് മാറിയത്. അതിന് മെയിൻ കാരണക്കാരിയായിട്ട് എനിക്ക് എൻ്റെ സഹോദരിയാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അതിഭയങ്കരമായ വേദന, കാലിൻ്റെ അവസ്ഥ. അന്നത്തെ ഇത്
ഓൾറെഡി ഇത് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു, ആ ഉള്ളിലെ ദശയും മൊത്തം എടുത്ത് കളഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് കാല് കുത്താനായിട്ട് സാധിക്കാതെ, ഇതൊരു 4 മാസത്തിന് ശേഷമുള്ള അവസ്ഥയാണ് എൻ്റെ ഈ കാലിൻ്റെ അവസ്ഥ. അന്നേരം ആ സമയത്താണ് എൻ്റെ സഹോദരി അവിടെ വരുന്നത്. അവളെന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത്, ഇത് ഒരിക്കലും ഒരു മുറിവ് അങ്ങോട്ട് ഇതാകുന്നില്ല, എനിക്ക് ഷുഗർ കയറിയിട്ട് എനിക്ക് ക്രിയാറ്റിൻ കുറയുന്നില്ല. അപ്പോൾ അതിഭയങ്കര വേദന, അവരൊരു പാരസെറ്റമോൾ അല്ല വേറെ പെയിൻ കില്ലേഴ്സ് ഒന്നും തരുന്നില്ല. അപ്പോൾ എൻ്റെ സഹോദരി വന്നിട്ട് പറഞ്ഞ്, ഒരു കാര്യം ചെയ്യും, ഉപ്പുണ്ട് കൃപാസനത്തിലെ വിശുദ്ധ ഉപ്പും തൈലമുണ്ട്, ഇത് പുരട്ടി അത് നോക്കാം, അത് ഒരുപാട് അത് നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അത് ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ ആ ഉപ്പും തൈലവും പുരട്ടി എൻ്റെ മുറിവിൽ അത് ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുക. ഡോക്ടർ പറഞ്ഞു ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. അതുപോലെ അത് മുകളിലോട്ട് കയറുന്നുണ്ട്, മുറിവ് ഉണങ്ങുന്നില്ല, എൻ്റെ ഷുഗർ ലോ ആകുന്നില്ല, ഹൈ ആയിട്ട് നിൽക്കുക. അത് പുരട്ടി അന്ന് എനിക്ക് ഇവിടെ ഒരു പത്രം കൊണ്ടുതന്നു കൃപാസനത്തിലെ, അത് ഞാൻ വായിച്ചു. ജസ്റ്റ് വായിച്ച് കിടന്നപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് പേപ്പറിൽ. അത് അന്നേരം ഞാൻ ഓർത്ത് ഈ 5 വർഷം മുമ്പാണല്ലോ ഞാൻ ഈ കൃപാസനത്തിന് വാതിക്കൽ വരെ വന്നിട്ട് ഞാൻ ഇവിടെ കയറാതെ പോയതാണല്ലോ. അപ്പോൾ അമ്മ ഇതുകൊണ്ടായിരിക്കും എന്നെ ഇവിടെ തന്നെ ഇവള് മുഖാന്തരം എന്നെ പിടിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അന്ന് രാത്രി നല്ലതായിട്ട് ഉറങ്ങി, എനിക്ക് വേദനയില്ലാതെ ഞാൻ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് പറയുമ്പോൾ ഞാനൊരു ആൽക്കഹോളിക്കാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി കോട്ടയത്ത് വന്നിട്ട് വ്യാഴാഴ്ചയാണെന്ന് നടക്കും, ഒരു ക്രിസ്ത്യനായിട്ട് ജനിച്ച ഒരു ആളായിട്ട് വന്നിട്ട് പോലും ഞാൻ മദ്യം മേടിച്ചോണ്ടാണ് വീട്ടിലോട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ട്രിപ്പുണ്ട് എനിക്ക് പോണ്ടിച്ചേരിക്ക്. അപ്പോൾ 3 ദിവസമല്ല ദുഃഖവെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോകില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കല്യാണത്തിന് അന്ന് ഞാൻ കുമ്പസാരിച്ചൊരു വ്യക്തിയാണ് 18 വർഷം മുമ്പ്. പക്ഷേ അതിനുശേഷം കുമ്പസാരമില്ല, പള്ളിയിൽ പോക്കില്ല, ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഉള്ളിലുണ്ട്, ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും, കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട് മറ്റുള്ളവർ. ഞാൻ ബൈബിളിൽ പറയുന്നത് വിലാപഭവനത്തിൽ പോകുന്നതിനേക്കാളും വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാളും നിങ്ങൾ വിലാപഭവനത്തിൽ പോകണം. ഞാൻ എല്ലാ മരണ വീട്ടിലും പോകും, നമുക്ക് പരിചയം ഇല്ലാത്തവരും ഉള്ളവരുടെ എല്ലായിടത്തും പോകും, അവരെക്കൊണ്ട് എനിക്ക് കഴിയാവുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി നല്ലതായിട്ട് ഉറങ്ങി. പിന്നെ അത് ഒരു ദിവസം 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴത്തേന് ഇത് ഹീലിംഗ് ആയി തുടങ്ങി. അത് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ക്രിയാറ്റിൻ ഓൾറെഡി എൻ്റെ കുറഞ്ഞു വരുന്നു, ഇൻസുലിൻ എൻ്റെ എടുപ്പ് നിർത്തി, പിന്നെ നോർമൽ ആകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു വിശ്വാസമായി. എനിക്ക് പണ്ടേ മാതാവിനോട് വിശ്വാസമുള്ള ഒരാളാണ്. ഈശോയെ അതിലും കൂടുതൽ എനിക്ക് ഇഷ്ടമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷേ ഞാൻ പുറമേ അത് കാണിക്കാറില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് നൈറ്റ് ഉണ്ടായ ഒരു വ്യക്തിയാണ്. 24 ഡിസംബർ ഉണ്ടായ ക്രിസ്മസ്. എൻ്റെ പാട്ടുകാർ വന്ന് ക്രിസ്മസ് കരോൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഇതുണ്ട്, എപ്പോഴും ഞാൻ ദൈവത്തോട് അതുപോലെ എനിക്ക് സ്നേഹം, ഉണ്ണീശോയോടും മാതാവിനോടും എനിക്ക് അതുപോലെ സ്നേഹമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഈ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിനു മുമ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമ്, പിന്നെ ഇങ്ങനെയുള്ള ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം നമ്മളത് സോഷ്യൽ മീഡിയ ഞാൻ കൂടുതൽ യൂസ് ചെയ്യും. പക്ഷേ അതിനുശേഷം ഞാൻ ക്രമേണ അത് കുറയ്ക്കാൻ തുടങ്ങി, കംപ്ലീറ്റ് കുറച്ച്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വിട്ടിട്ട് കൃപാസനം. ഇപ്പോൾ എൻ്റെ ഇതിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ട് ഇതുവരേക്കുള്ള അച്ഛൻ്റെ ടോക്കുകൾ എല്ലാ ദിവസവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല 39 വർഷമായിട്ട് അച്ഛൻ പറയുന്ന ഏറ്റവും വലിയൊരു എനിക്കത് എന്നെ ടച്ച് ചെയ്തൊരു ഇതാണ്. അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ 39 വർഷം ഓൾറെഡി കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് ഈ നമ്മുടെ അച്ഛൻ്റെ ഈ പ്രേക്ഷിത വേലയ്ക്ക്. പക്ഷേ ഈ 39 വർഷമായിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റായിരുന്നു. ഞാൻ യേശുവിനെ തിരയാതെ ഞാൻ നടന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതെന്നെ മാറ്റി നേരെ ഓപ്പോസിറ്റ് ഇവിടെ കൊണ്ടുവന്നതിൽ എൻ്റെ സഹോദരിക്ക്, അവളാണ് എന്നെ അതിനൊരു കാരണക്കാരൻ. പക്ഷേ അതിലും മെയിനായിട്ട് ഞാൻ എൻ്റെ അമ്മയാണ്, എൻ്റെ സഞ്ചാരി അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ ഈശോപ്പ ഒരുപാട് അനുഗ്രഹം എനിക്ക് തരുന്നുണ്ട്. ഞാൻ 20-ാം തീയതിയാണ് എനിക്ക് ഓപ്പറേഷൻ ഡേറ്റ്. അതെല്ലാം എനിക്ക് കണക്ക് കൂട്ടുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു വലിയൊരു ഇത് കാണുന്നുണ്ട്. എന്നെ ഓപ്പറേഷൻ നടന്ന 20-ാം തീയതിയാണ്. അന്ന് ഞാൻ ഇത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, എന്ന് എൻ്റെ കാല് കൊത്തി ഫസ്റ്റ് ഞാൻ 6 മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. എൻ്റെ കാല് പൊക്കി വെച്ച് നീര് കുറയുന്നില്ല, പക്ഷേ ഹീലിംഗ് ആവുന്നുണ്ട്. ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുന്നുണ്ട്, കൃപാസനത്തിലെ പ്രാർത്ഥന എല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ കാല് കുത്തി ഞാൻ നടക്കുന്ന അന്ന് ആദ്യം ഞാൻ കൃപാസനത്തിൽ വരും, ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു ഫസ്റ്റ്. അപ്പോൾ തന്നെ ഞാൻ മേടിച്ച് വെച്ച ആ കുപ്പിയെല്ലാം ഞാനത് എടുത്ത് ഡിസ്പോസ് ചെയ്തു. എൻ്റെ സിഗരറ്റ് പാക്കറ്റ് എല്ലാം അന്ന് തന്നെ കളഞ്ഞു. ഇപ്പോൾ 9 മാസമായിട്ട് ഞാൻ അതുപോലെ ഒരു വിശ്വാസത്തിലാണ്. ഇവർക്കെല്ലാം എൻ്റെ സഹോദരിമാരെല്ലാം അവരുടെ മക്കളും എല്ലാം എന്നെ കാണാനും അതുപോലെ ഇപ്പോഴും അവർ അങ്കളെന്ന് വിളിച്ച് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. എല്ലാവരും വളരെ എന്നോട് അത്രയ്ക്കും നമ്മുടെ നാട്ടുകാർക്ക് പോലും എന്നോട് ഇതാണ്, ഞാൻ എങ്ങനെ ഇങ്ങനെ ആയിപ്പോകുന്ന പോലും അവർക്കറിയത്തില്ല. ഞാൻ അതുപോലെ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ മാറ്റം വന്നെന്ന് ഒരുപാട് എന്നെ മാറ്റി. പിന്നെ എനിക്കുണ്ടായ വേറെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുന്നത് 20-ാം തീയതിയാണ് ഇവിടെ വന്ന് 10-ാം മാസം 20-ാം തീയതി ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒക്ടോബറിലാണ് 20-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ. എൻ്റെ ഓപ്പറേഷൻ നടന്നതും 20-ാം തീയതി, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 20-ാം തീയതി. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാ ഇതിലും ഞാൻ എൻ്റെ ഈശോപ്പയ്ക്കും മാതാവിനും ഒരുപാട് ഞാൻ അതുപോലെ എനിക്ക് ആവുന്നത്രയും ഞാൻ
ആൾക്കാരെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. പക്ഷേ ഞാൻ അന്ന് നല്ലൊരു വ്യക്തിയായിരുന്നു, പക്ഷേ എന്നെ മദ്യപാനവും ഇതുകൊണ്ടായിരിക്കണം ഞാൻ ഇങ്ങനെ വേർതിരിഞ്ഞ് പോയെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അൾത്താരപാലനായിട്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് കയറിയുന്ന ഒരു വ്യക്തിയാണ് 14 വയസ്സ് വരെ. 14 വയസ്സിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ആയിപ്പോയത്. എന്നെ ഒരുപാട് ഇതുപോലെ എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്ന എൻ്റെ അമ്മ മാതാവാണ്. കൃപാസനത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ പലരോടും പേപ്പർ കൊടുക്കുമ്പോൾ ഞാനങ്ങനെ പേപ്പർ കൊടുക്കില്ല. ഞാൻ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാത്തൊരു കേസിന് എൻ്റെ പപ്പ ഇരുന്ന സ്റ്റേഷനിൽ ഞാൻ കിടന്നിട്ടുണ്ട്, ജയിലിൽ. എന്ന് പറഞ്ഞാൽ പുള്ളി അത് പോസ്റ്റ് ഇരുന്ന സ്റ്റേഷനിൽ, ചാർജായിട്ട് സ്റ്റേഷനിൽ ഞാൻ അറിയാത്തൊരു കുറ്റത്തിന് എന്ന് പറഞ്ഞാൽ മദ്യപാനം മുഖാന്തരം ഇതായിട്ട് ഞാൻ പെട്ടുപോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മദ്യം നമ്മളെ കൊണ്ട് പെടുത്തു. എല്ലാ കാര്യത്തിലും നമ്മൾ ചെറിയ അയ്യാത്ത തെറ്റ് പോലും നമ്മൾ പെട്ടുപോകും. അങ്ങനെ പോയി കിടന്നിട്ട് ഞാൻ ജയിലിൽ പോയിട്ടുണ്ട് 14 ദിവസം, റിമാൻഡിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പപ്പ ഒരു പോലീസ് ഓഫീസറായിട്ട് ഇവർക്കെല്ലാം അത് നാണക്കേടായിരുന്നു, എൻ്റെ സഹോദരിമാർക്കല്ല. എനിക്ക് സെലക്ഷൻ കിട്ടിയ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞത്. പോലീസിൽ 20ാമത്തെ വയസ്സിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ട് പപ്പ ഇരുന്ന സമയത്ത് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് പോയ ആളാണ്. അപ്പോൾ ആ കിടന്ന് ഞാൻ നേരെ ജയിലിൽ വരെ വന്ന് കിടന്ന്. അതുപോലെ ഒരുപാട് എന്നെ വിട്ട് കളഞ്ഞിട്ട് അവിടുന്ന് എന്നെ പിടിച്ചുകൊണ്ട് മുടിയനായ പുത്രനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുക പിതാവ്. എന്നെ ഇവിടെ നിർത്തിയതിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു, 1000 നന്ദി പറയുന്നു. എനിക്ക് ഈ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തന്നെ എൻ്റെ ജീവിതം മുഴുവൻ നിലനിർത്തണമെന്ന് ഒരൊറ്റ ഇതേ ഉള്ളൂ. ഞാൻ 6 നിയോഗം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 20ാം തീയതി ഉടമ്പടി എടുത്ത് എനിക്ക് 28ാം തീയതി നൈറ്റ്, അന്ന് ഒക്ടോബർ 28ാം തീയതി നൈറ്റ് ഞാൻ കിടക്കുമ്പോൾ എനിക്കൊരു വിളി കേൾക്കാം. രാത്രി 2 മണിയായപ്പോൾ മുറ്റത്ത് കൂടെ മാതാവ് നടക്കുകയാണ്. മാതാവ് കറക്റ്റായിട്ട് ഞാൻ കാണുന്നുണ്ട്. മാതാവ് നീല അങ്കി ധരിച്ചിട്ട് മുറ്റത്തോടെ ഞങ്ങളുടെ മുറ്റം വഴി ഇങ്ങനെ നടക്കുന്നുണ്ട് രാത്രി 2 മണിക്ക്. അപ്പോൾ ഞാൻ ഉറക്കത്തില്ല, പക്ഷേ ഞാൻ മാതാവിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ എടാ അനില്ല എന്നാണ് വിളിച്ചത്. അതാണ് ഞാൻ ഓർക്കുന്നത്, മാതാവ് അങ്ങനെയൊക്കെ വിളിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എടാ അനില്ലെന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ഇതുപോലെ തെറ്റി നടന്നുകൊണ്ടായിരിക്കും എന്നെ പിടിച്ച് നിർത്തിക്കുന്നത്. അതുപോലെ തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നപ്പം ഇവിടെ ചോദിച്ചു, ഓഫീസിൽ ചോദിച്ചു, എനിക്ക് അച്ഛനെ ഒന്ന് കണ്ട് ബ്ലെസ്സിങ് എടുക്കാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞില്ല, 3 മാസം കഴിയണമെന്ന് പറഞ്ഞു, നിങ്ങളത് ഉടമ്പടി പൂർത്തിയാക്കണം. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് അതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ മാസമാണ് ഇവിടെ വന്നിട്ട് പോയത്. അതുപോലെ 7ാം തീയതി ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ ഞാൻ വന്നിട്ട് രാവിലെ 8 മണിക്ക് വന്ന ഞാൻ 1:30 ആയപ്പോഴാണ് ഇവിടെ കയറി അമ്മയുടെ അമ്മയെ ബ്ലെസ്സിങ് എനിക്ക് കിട്ടിയത്. എന്നിട്ട് പോലും എനിക്ക് ചൂട് സഹിക്കാനായിട്ടുള്ള എനിക്ക് എങ്ങനെയാണെന്നറിയാം. അല്ലെങ്കിൽ ഞാൻ ഒരു 10 മിനിറ്റ് പോലും ഞാൻ വെയിലത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എനിക്ക് അതെല്ലാം തന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ച് ഈ നിമിഷം വരെ എന്നെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് എൻ്റെ അമ്മ. എന്ത് പറഞ്ഞാലും എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ എൻ്റെ കാലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലെ തന്നെ ഹീലിംഗ് ആയിട്ടുണ്ട്. മൊത്തമായിട്ട് ഫുള്ള് ഹീലിംഗ് ആയി, കംപ്ലീറ്റ് ഇതായി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അതെൻ്റെ അമ്മ മാതാവ് തന്ന ഒരുപാട് അനുഗ്രഹമാണ്. ഇനിയും ഞാൻ അതുപോലെ തന്നെ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് എന്നെക്കൊണ്ട് ആവുന്ന പോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എൻ്റെ കാല് കാണിക്കാറുണ്ട്. ഒരുപാട് പേരെ ഞാൻ എൻ്റെ വഴിയായിട്ട് തന്നെ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളാക്കുവാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അവരെല്ലാം എൻ്റെ കൂടെ വരുന്നുണ്ട്, എൻ്റെ ഇത് കണ്ടിട്ട്, സാക്ഷ്യം കണ്ടിട്ട് തന്നെ. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. എൻ്റെ അമ്മ ഏജിലാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മോൾ എൻ്റെ കൂടെയുള്ള അവൾ വൈഫിൻ്റെ വീട്ടിലാണ്, അവരാണ്. പിന്നെ അമ്മയ്ക്ക് വയ്യ. പക്ഷേ അമ്മയ്ക്ക് ഇതുപോലെയാണ്. ഞങ്ങൾ ഓർത്തഡോക്സുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് ജപമാല ഒന്നുമില്ല. പക്ഷേ ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് അമ്മ ഇപ്പം വെളുപ്പാങ്കാലത്ത് തന്നെ എഴുന്നേൽക്കുക. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഓർക്കുക, ഇവനിനി അങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ ആയിപ്പോകുന്ന പോലും അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതം. അമ്മയ്ക്ക് നടുവിന് വേദന വന്നിട്ട് അമ്മയുടെ ബാക്ക് ബോൺ ഇതായിട്ട് ഒരു വളഞ്ഞു പോയായിരുന്നു. ആ അവസരത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഉപ്പിട്ട് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിയത്തില്ല, ഞാൻ ഉപ്പിട്ട് അല്ലെങ്കിൽ എന്ത് തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അത് ഭയങ്കരമായിട്ടൊരു വിടുതൽ കിട്ടും. പക്ഷേ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ MR എല്ലാ സ്കാനിങ്ങും കഴിഞ്ഞാണ്. പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിൽ അമ്മ നടക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മയെ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അമ്മയ്ക്ക് സാക്ഷി എടുത്തിട്ടില്ല, ഇത് ഉടമ്പടി എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു എടുക്കണ്ട, ഏജിലായതുകൊണ്ട് പറ്റത്തില്ല. പക്ഷേ അമ്മയ്ക്ക് അതുപോലെ വിശ്വാസമാണ്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും. എനിക്ക് ഒരു 10 വർഷം മുമ്പ്, ഇപ്പോൾ എനിക്ക് 54 വയസ്സായെന്ന് ഞാൻ പറഞ്ഞു, ഒരു 44 വയസ്സായപ്പോൾ ഞാൻ മാൾട്ടയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തായിരുന്നു. അന്നേരം ഞാൻ ഇതായിരുന്നു നമ്മുടെ കേറ്ററിംഗ് ഫീൽഡായിരുന്നു, ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ വേണ്ടി ചാൻസ് വന്നപ്പോൾ അന്ന് എൻ്റെ റിജക്റ്റാണ്. എനിക്ക് ഏജ് ഇതായെന്ന് പറഞ്ഞാൽ 45. അവരങ്ങനെ പറഞ്ഞിട്ട് അത് 10 വർഷം മുമ്പാന്ന് ഓർത്തണം. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എൻ്റെ 20ാം തീയതി ആണ് എൻ്റെ ഉടമ്പടി, ഇത് 90 ദിവസം പൂർത്തിയായിരുന്നു. പക്ഷേ ഞാൻ ഇവരോട് പറഞ്ഞില്ല. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇതിലേക്ക് ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ അത് ഓൾമോസ്റ്റ് എനിക്ക് കിട്ടുമെന്നുള്ള 150% അത് എനിക്ക് കൺഫേമാണ്. എന്നിട്ട് പോലും ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 54 വയസ്സുള്ള എന്നെ 10 വർഷം മുമ്പ് റിജക്റ്റ് ചെയ്ത ഒരു വിസ എനിക്കത് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ
ഒരേ ഒരു ഇത് തന്നെയാണ്. അതിൽ ഞാൻ 150% ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് എൻ്റെ സാക്ഷ്യം നിങ്ങൾക്കറിയാൻ പറ്റും. ഞാൻ അങ്ങനെ ഇപ്പോൾ ഏകദേശം എന്നെക്കുറിച്ചൊരു ഐഡിയ പറ്റും. ഞാൻ പറയുകയാണ്, ആരും ഇതിൽ നിന്ന് ഉടമ്പടി എടുക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലൗകികമായിട്ടുള്ള ഇതിൽ പോയിട്ട് കാര്യമില്ല. പക്ഷേ മദ്യപാനവും ഇതൊക്കെ എല്ലാവർക്കും വിട്ടൊഴിയാൻ പറ്റും. ചില നമ്മളെ യൂത്ത് ഒക്കെ ആൾക്കാർ കാണും, അവർക്കൊന്നും പറയുമോ ഞാൻ ഇത് എടുക്കുന്നില്ല. പക്ഷേ അത് എടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, 18 വർഷമായിട്ട് ഞാൻ കുമ്പസാരിക്കത്തില്ല. ഞാനിപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ പോയിട്ട് കുമ്പസാരം എടുത്ത് വിശുദ്ധ കുർബാന കൈക്കൊണ്ട് അങ്ങനെ ഒരു ആത്മീയ ജീവിതം. പിന്നെ ബൈബിള് ഞാൻ അരമണിക്കൂർ എന്നുള്ളത് ഞാൻ വായിക്കാനിരുന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ കണ്ടിന്യൂ. ഉൽപ്പത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ മുമ്പ് ഞാൻ വായിക്കുമ്പോൾ ഇത് എന്താ നമ്മൾ ക്രിസ്ത്യൻ ആയതെന്ന് പറഞ്ഞിട്ട് പോലും എനിക്കത് പറയാൻ പറ്റത്തില്ല. നമുക്കത് ജസ്റ്റ് ഒരു ചാപ്റ്റർ വായിച്ച് ഞാനങ്ങ് ക്ലാസ്. പക്ഷേ ഇപ്പോൾ അത് കണ്ടിന്യൂ വായിച്ച് ഞാൻ ആ ദിവസം കംപ്ലീറ്റ് വായിക്കുന്നുണ്ട്. അതുപോലെ വെളുപ്പിനെ 3 മണിക്കൊക്കെ, ഞാൻ സാധാരണ 3 മണിക്കായിരുന്നു ഉറങ്ങാറുണ്ടായിരുന്നു നേരത്തെ. ഇപ്പം ഞാൻ 3 മണിയാകുമ്പോഴത്തേന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതുപോലെ ആത്മീയമായിട്ട് എന്നെ ഒരുപാട് യേശോപ്പ എന്നെ ഉയർത്തി. അമ്മമാത അതിനെ ഒരുപാട് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുക. ഈ അമ്മയുടെയും ഈ ഈശോപ്പയുടെയും ആ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എന്നെ നിലനിർത്തണം. ഞാൻ എന്നും ഈ നിമിഷം ഈ ആൾക്കാരെ നിൽക്കുന്ന ഈ നിമിഷം തന്നെ ഞാൻ നിയോഗങ്ങളിലല്ല, ഞാൻ എന്നെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കിയിട്ട് എൻ്റെ ജീവിതം എന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. മരിക്കുന്നവരെ അമ്മയുടെ സാക്ഷിയായിട്ട് എന്നെ നിലനിർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കോടതികളിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ ജയിലിൽ ഇതിൻ്റെ അകത്ത് പോയതുകൊണ്ട് ഞാൻ പറയുകയാണ്, കോടതി വഴിയാണ് ഞാൻ പോകുന്നത്. അവിടെ റിമാൻഡ് വരുന്ന ആൾക്കാർ, റിമാൻഡ് മീൻസ് കോർട്ടിലോട്ട് കൊണ്ടുവന്ന പ്രതികളുണ്ട്. ഞാൻ പോലീസുകാരേക്ക് കൊടുക്കും, പേപ്പർ കൊടുത്തിട്ട് ഞാൻ പറയും ഇത് കൃപാസനത്തിലാണ്. ഞാൻ കിടന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് നല്ല ഇതാണ്, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിടുവിക്കും അമ്മ. ഏത് കുറ്റത്തിൽ നിന്ന്, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിൽ ഞാൻ അകത്ത് പോയ വ്യക്തിയാണ്. അതുപോലെ കോടതികളിൽ, പിന്നെ ഹോസ്പിറ്റലിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പേപ്പറുകൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന പത്രങ്ങൾ ഞാൻ വിതരണം ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ അനുഭവം സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. എന്നെ ഇതുപോലെ ഇതാക്കി തീർത്ത എൻ്റെ അമ്മാവനും തിരുക്കുമാരനും 1000 കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. സങ്കീർത്തനം 30:2 നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവിടുന്നാണ് നമ്മുടെ പൂർണ്ണ ആശ്രയം. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് വെറും ഒരു പ്രാർത്ഥനയല്ല, ആഴത്തിലുള്ള വേദനയിലും നിസ്സഹായതയിലും നിന്നുള്ള ഹൃദയ നിലവിളിയാണ് ദൈവത്തോടുള്ള ആ വിളി. ദൈവം ആ പ്രാർത്ഥനയോട് പ്രവർത്തിച്ചു എന്നുള്ളൊരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. വേദനയിലായിരുന്നപ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്നവരെ ദൈവം ഒരിക്കലും അവഗണിക്കുകയില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ സുഖപ്പെടുത്തൽ ഒരു മറുപടിയാണ്. അനിൽ എന്ന സഹോദരൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ആത്മാർത്ഥമായ നിലവിളിയുടെ ഉത്തരം കൊടുത്ത ഒരു ദൈവത്തിൻ്റെ, ഒരു അമ്മയുടെ ഒരു സാക്ഷ്യമാണ്. നമ്മുടെ വേദനകൾ ഒരു കുഞ്ഞിനെ പോലെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് കേൾക്കാതിരിക്കുക? ഈ മകൻ അനിലിൻ്റെ സഹോദരിയാണ് ഉടമ്പടി എടുത്തത്. ആ മകൾ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകന് രോഗസൗഖ്യം ലഭിച്ചത്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മകൻ പറഞ്ഞ പോലെ ഡിസംബർ 7-ാം തീയതി കാലിന് അത്ര വലിയ ഇതില്ലായിരുന്നു, സൗഖ്യമില്ലായിരുന്നു. 5.5 മണിക്കൂർ ഇവിടെ നിന്ന് ഈ അമ്മയുടെ സന്നിധിയിൽ ഇവിടെ തുറന്നു കൊടുത്തപ്പോൾ 5.5 മണിക്കൂർ നിന്നാണ് ഈ മകന് ആ കാലിൻ്റെ അവസ്ഥ കണ്ടാൽ നമ്മൾ ഒന്നേ നോക്കുകയുള്ളൂ. അത് ഏതവസ്ഥയിലായിരുന്നു. അത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞതാണ്, ആംപുറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കാലാണ്. ആ കാലം വെച്ചുകൊണ്ടാണ് ഈ മകന് ഈ സന്നിധിയിൽ വന്ന് മാതാവിനും അമ്മയ്ക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാൻ വന്നത്. 5.5 മണിക്കൂർ മുട്ടിൽ ആ വെയിലത്ത് നിന്നാണ് അമ്മയുടെ സന്നിധിയിൽ അമ്മയെ ഒന്ന് തൊടാൻ, അമ്മയുടെ ഒന്ന് ദർശിക്കാൻ, അമ്മയുടെ അടുത്തൊന്ന് പോകാനായിട്ട് ആ ആഗ്രഹത്തോടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് എല്ലാ വിധത്തിലും ഈ മകന് ഒരു വലിയൊരു പുതിയ ജീവിതമാണ് ഈശോയും അമ്മയും കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും വിശ്വസിക്കാം. നമ്മുടെ വേദനകളിൽ നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, അമ്മ മാതാവിൻ്റെ കൈപിടിച്ച് ഈശോയിലേക്ക് പോകുമ്പോൾ ഈശോ നമ്മെ സൗഖ്യമാക്കുന്നു. ശരീരത്തിൽ മാത്രമല്ല, മനസ്സിലും ആത്മാവിലും നമ്മുടെ ജീവിതത്തിൽ പുത്തൻ വഴികൾ ഈശോയും അമ്മയും തുറന്നു തരും. ആ വിശ്വാസത്തോടെ നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. സുനിലും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.